വൈദ്യുതി നിരക്ക് വർധനയിൽ അദാനി ബന്ധം ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രതിപക്ഷം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിരക്ക് വർധനയെ ന്യായീകരിക്കുകയാണ് സർക്കാർ. UDF സർക്കാരിന്റെ കാലത്ത് 2016 ഒപ്പുവെച്ച ദീർഘകാല കരാർ ഇടതുപക്ഷ സർക്കാർ റദ്ദാക്കിയത് അദാനി ഗ്രൂപ്പിന് വഴിയൊരുക്കാനാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കരാർ റദ്ദാക്കിയതിലൂടെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി നൽകിയിരുന്ന 2 കമ്പനികളെ ഒഴിവാക്കി. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് കടന്നു വരാൻ വേണ്ടിയാണ് 2016 ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത്. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. യൂണിറ്റിന് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയുള്ള ദീർഘകാല കരാറുകൾ റദ്ദാക്കി പകരം 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെ നൽകിയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. കരാർ റദ്ദാക്കിയ റെഗുലേറ്ററി കമ്മീഷനിൽ CPIM അനുഭാവികളെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ആരോപണങ്ങൾ CPIM തള്ളി. രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് വളരെ വസ്തുതാരഹിതമായ കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ താല്പര്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കുകയാണ്. ഉപഭോക്താക്കളോട് നിരക്ക് വർധനയിൽ സഹകരിക്കണമെന്ന വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. അടുത്ത വർഷം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വർധന ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി. വരവും ചെലവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ പർച്ചേസ് എത്രയാണ്? നമ്മൾ 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്, 30% ഉൽപ്പാദനവും. നിരക്ക് വർധനയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. 24 തിരുവനന്തപുരം.